श्रीचक्रराज सिंहासनेश्वरी श्रीललिताम्बिके श्रीचक्रराज सिंहासनेश्वरी श्रीललिताम्बिकये भुवनेश्वरी आगमवेदकलामय रूपिणी अखिल चराचर जननी नारायणी नागकङ्कण नटराज मनोहरी ज्ञानविद्येश्वरी राजराजेश्वरी श्रीचक्रराज सिंहासनेश्वरी श्रीललिताम्बिकये பலவிதமாய் உன்னை ஆடவும் பாடவும் பாடிக்கொண்டாடும் அன்பர் பதமலர் சூடவும் பலவிதமாய் உன்னை ஆடவும் பாடவும் பாடிக்கொண்டாடும் அன்பர் பதமலர் சூடவும் உலகம் முழுதும் மனதகமுற காணவும் ஒரு நிலை தருவாய் காஞ்சி காமேஸ்வரி ஒரு நிலை தருவாய் காஞ்சி காமேஸ்வரி ஸ்ரீசக்கரராஜ
LED brightness. ഞാൻ അമ്പലത്തിലേക്ക് കണ്ടു.
മാംഗല്യേ മംഗളപ്രദേ മംഗളാർത്ഥം മംഗളേശി മാംഗല്യം ദേഹി മേ സദാ. ഓം ശരണാഗതദീനാർത്ഥപരിത്രാണപരായണേ സർവസ്യാർത്തിഹരേ ദേവി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാത്രിപുരസുന്ദരി നമഃ. ദുർഗാലക്ഷ്മി സരസ്വതി നമഃ. ഓം ഗ്രാമദേവതായേ നമഃ. ഓം കാമാക്ഷ്യേ നമഃ. ഓം സ്വീകരിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഇന്നാണ് ഇവിടെ നമുക്ക് ഒരു ഫോട്ടോഗ്രാഫറിലൂടെ പരിചയമുള്ള ആദർശൻ്റെയും അവരുടെ അച്ഛൻ്റെയും സഹകരണത്തോടുകൂടി ഈ ക്ഷേത്രത്തിലെത്താനും പിന്നെ ഇവിടുത്തെ ഭാരവാഹികൾ വിശദമായിട്ട് തന്നെ ലെറ്റർ ഹെഡിലൂടെ ക്ഷണിച്ച ഒരു ക്ഷേത്രം കൂടിയാണ്. ഒരു പ്രഭാഷകനെ അല്ലെങ്കിൽ ഒരു ശാന്തിക്കാരനെയൊക്കെ ലെറ്റർ ഹെഡിലൂടെ ക്ഷണിക്കുന്നത് വളരെയധികം ശ്രേഷ്ഠമാണ് തോന്നി. അപ്പം അങ്ങനെ ഈ ദേവിയുടെ ക്ഷണം ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചതും മഹാഭാഗ്യമായിട്ടും ക്ഷേത്രത്തിലെത്തിയപ്പോൾ തന്നെ അവിടുത്തെ ദേവീ ചൈതന്യം ഇത്രയും അധികം ഈ പ്രപഞ്ചത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു മംഗളരൂപിയാണ് എന്ന് തോന്നുന്നു. അതിനനുസരിച്ച് ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെയും അതുപോലെ തന്നെ പഴക്കവും കാലങ്ങളും എല്ലാം നമുക്കെടുക്കുമ്പോൾ തന്നെ അത്രയും നമുക്ക് ഉപാസന ചെയ്ത ഒരുപാട് ശാന്തിക്കാരുടെ അനുഗ്രഹങ്ങൾ നമുക്കുണ്ടാവും. അതുപോലെ തന്നെ ഓരോ കുലത്തിൻ്റെയും അഭിവൃദ്ധി ഈ ക്ഷേത്രത്തിലൂടെ കാണാൻ സാധിക്കുന്നു എന്ന് തോന്നുന്നു. അപ്പം എന്തായാലും നമുക്ക് ഇവിടെ ഒരു ഭഗവത് സേവയായിട്ട് ഭഗവതി സമേതനായിട്ടുള്ള ദേവിയെ നമുക്ക് പ്രാർത്ഥിക്കാൻ, ത്രിപുരസുന്ദരി ഭാവത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നതും ദളങ്ങൾ വരച്ചുകൊണ്ട് ആ അഷ്ടദളത്തിലൂടെ ദേവിയുടെ പത്മം നമുക്ക് ആരാധിക്കാൻ സാധിച്ചതിലും ഇവിടുത്തെ ഗണപതിയെയും ധർമ്മശാസ്താവിനെയും അതുപോലെ തന്നെ ശ്രീ മുരുകനെയും ഉപദേവതമാരായിട്ട് നമുക്ക് കാണാൻ സാധിച്ചതെല്ലാം ഈ നാട്ടുകാരുടെ ഒരു മഹാഭാഗ്യമാണ്. അപ്പോൾ കൂടുതൽ നീട്ടുന്നില്ല. ക്ഷേത്രത്തിൽ വരുന്ന എത്ര പേരുണ്ടാവും? നിത്യേന ക്ഷേത്ര ദർശനം നടത്തുന്ന ആൾക്കാരൊക്കെ പറയും, വയസ്സായി ഇനി അത്ര ദൂരം നടക്കാൻ വയ്യ, വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും ദേവി നമുക്ക് അനുഗ്രഹം തരുന്ന അല്ലേ? വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നതും ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താ? ചിന്തിച്ചിട്ടുണ്ടോ? അല്ലേ? നമശിവായ, നാരായണായ നമഃ, അച്യുതായ നമഃ, ആനന്ദായ നമഃ എന്ന് സന്ധ്യാനാമം ചൊല്ലുന്നതിൻ്റെ ഇടയ്ക്കായിരിക്കും നമുക്ക് രാത്രിത്തെ ഭക്ഷണം എന്താണ് വേണം എന്ന് ചിന്തിക്കുന്നത് അല്ലേ? നേരെ മറിച്ച് അമ്പലത്തിൽ വന്നാലോ, അമ്പലത്തിൽ നമുക്ക് ശ്രീകോവിലിൽ ഇവിടുത്തെ തിരുമേനി പൂജ കഴിക്കുന്ന അനുസരിച്ചും അവിടുത്തെ നിവേദ്യം കൊടുക്കുന്ന അനുസരിച്ചും അതുപോലെ തന്നെ ഇവിടെ ദീപാരാധന ചെയ്യുന്നവരെ എന്തെങ്കിലും നാമങ്ങൾ നമുക്ക് ചൊല്ലാൻ സാധിക്കും. അപ്പോൾ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മറക്കും അല്ലേ? തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന സമയത്തെ വീട്ടിൻ്റെ കാര്യങ്ങൾ നമ്മൾ ആചരിക്കാറുള്ളൂ. എങ്കിലും കുഴപ്പമില്ല, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമുക്ക് ഒരുമിച്ച് കൂടാൻ സാധിക്കുന്ന ഒരു പ്രവർത്തനം ഒരു ക്ഷേത്രത്തിൽ ഉണ്ടാവാൻ വേണ്ടി സാധിക്കണം. അല്ലെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യം നമ്മൾ ഓരോരുത്തരും ഇതേപോലെ വന്നിരുന്ന് ഒരു നാമമന്ത്രമെങ്കിലും, ഇവിടെ മൂകാംബികമ്മയൊക്കെ ഉണ്ട്, ഒരുപാട് ഭാഗവത ഗ്രന്ഥങ്ങൾ തുടങ്ങി നാരായണീയം തുടങ്ങി ഒട്ടനവധി ഓൺലൈനിലൂടെയാണ് ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതേപോലെ തന്നെ ഒട്ടനവധി അമ്മമാർ നമുക്ക് നാരായണീയം തുടങ്ങി ദേവി മഹാത്മ്യം തുടങ്ങി ലളിതാ സഹസ്രനാമം വരെ ഉണ്ടാവണം, നല്ല ജോലി ഉണ്ടാവണം, ആ ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടാവണം. എന്നാൽ മാത്രമേ കുടുംബത്തിൽ പരാതിയില്ലാതെ ജീവിക്കാൻ സാധിക്കൂ. അപ്പോൾ ആ പരാതിയില്ലാതെ ജീവിക്കാൻ ആ ദേവിയെ നമുക്ക് ഉപാസിക്കുമ്പോൾ കനകധാരാ സ്തോത്രം കൂടി ജപിക്കാൻ നമുക്ക് സാധിക്കും. കനകധാരാ സ്തോത്രം കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ടോ? ഉണ്ടാണ് അല്ല, അമ്മമാർക്കറിയാം. ആർക്കെങ്കിലും അറിയാത്ത ആൾക്കാരുണ്ടോ? അപ്പോൾ അറിയാത്തായിരിക്കും. അപ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, കനകധാരാ സ്തോത്രം ശങ്കരാചാര്യരാണ് ജപിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ വീട്ടിലെ ദാരിദ്ര്യം കണ്ടുകൊണ്ട് ഭിക്ഷാന്തേഹിയായി പോയ സമയത്ത് ആ വീട്ടിൽ നിന്നും ആ അമ്മ കൊടുത്തത് ഉപ്പ് നെല്ലിക്കയാണ്. അത് സ്വീകരിച്ചപ്പോൾ ആ വീട്ടിൻ്റെ
ദാരിദ്ര്യം മനസ്സിലാക്കി അപ്പോൾ തന്നെ ദേവിയെ ഉപാസിച്ച് കനകധാരാ സ്തോത്രം ജപിച്ച് ദേവിയെ പ്രത്യക്ഷത്തിൽ ആ നെല്ലിക്ക തന്ന ആ വീട്ടിലേക്ക് നെല്ലിക്ക കൊണ്ടുള്ള സ്വർണ്ണ നെല്ലിക്ക വർഷിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴും ആ സ്ഥലം കാലടിയിൽ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നെല്ലിക്ക ഉണ്ടോയെന്ന് വെച്ചാൽ അറിയില്ല, പക്ഷെ അവിടെ ആ ശങ്കരാചാര്യരുടെ മഹാത്മ്യം നമുക്ക് 8 വയസ്സിന് മുമ്പ് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കനകധാരാ സ്തോത്രം നമ്മുടെ ജീവിതത്തിലൊന്ന് പകർത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അംഗം ഹരേ പുളകഭൂഷണമാശ്രയന്തി മൃഗാംഗനേവ മുകളാഭരണം തമാലം അംഗീകൃതാഖില വിഭൂതിരഭാംഗലീല മംഗല്യതാസ്തു മമ മംഗളദേവതായാം എന്ന് തുടങ്ങി ദേവിയുടെ 21 നമസ്കാരങ്ങളെ നമുക്ക് അതിൽ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ജപിക്കാൻ തുടങ്ങാൻ നമുക്ക് ക്ഷേത്രങ്ങളെ അനിവാര്യമാണ്. പിന്നെയോ നമ്മളൊക്കെ എന്തിനാണ് ക്ഷേത്രത്തിൽ വരുന്നത്? എന്തെങ്കിലും കഷ്ടപ്പാട് ബുദ്ധിമുട്ട് വരുമ്പോൾ അടുത്തുള്ള ജ്യോത്സ്യനെ കാണും. ജ്യോത്സ്യനെ കണ്ട് ജ്യോത്സ്യൻ്റെ ചാർട്ടുമായിട്ട് ആദ്യം അടുത്തുള്ള ക്ഷേത്രത്തിലേക്ക് വരും. എന്താ വെച്ചാൽ ആ ചാർട്ടനുസരിച്ച് എന്തെങ്കിലും കുറച്ച് നമുക്ക് കിട്ടുമോ എന്നറിയാനാണ്, അല്ലേ? അപ്പം അങ്ങനെ നമുക്ക് വരാതെ ഇരിക്കാൻ മാസത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടുന്ന സമയത്ത് ഒരു നാമജപം നടത്തുവാൻ ഇതിനെല്ലാം ക്ഷേത്രങ്ങളെ ഉപയോഗിക്കുന്നത് അനിവാര്യമാവണം. അതിന് നമുക്ക് നിത്യശീലങ്ങളൊന്നും അറിയണ്ടേ? രാവിലെ 5:30 മുമ്പ് എഴുന്നേൽക്കുന്ന എത്ര പേരുണ്ടാവും? കുട്ടികളൊക്കെ മാരുണ്ടെങ്കിൽ ഈ കൈകൾ കൊണ്ട് ഒരാളെയും അനിഷ്ടം പ്രവർത്തിക്കില്ല, അല്ലേ? അധാർമികമായ പ്രവർത്തികൾ നമ്മൾ ചെയ്യില്ല, കൈക്കൂലി വാങ്ങില്ല എന്നെല്ലാം നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കയ്യിൻ്റെ അഗ്രഭാഗത്തുള്ള ദേവി നമുക്ക് അവിടെ അനുഗ്രഹമായി തന്നു എന്നുള്ളതാണ്. കയ്യിൻ്റെ മധ്യഭാഗത്ത് സരസ്വതി ദേവിയായിട്ടാണ് നമുക്ക് കാണുന്നത്, അല്ലേ? അപ്പോൾ കയ്യിൻ്റെ മധ്യഭാഗത്ത് സരസ്വതി ദേവി, സരസ്വതി നാടി നേരെ നമ്മുടെ ശിരസിലേക്ക് എത്തും. അവിടെ മൂലാധാരൈക നിലയ ബ്രഹ്മഗ്രന്ഥി വിഭേദിന്യൈ നമഃ എന്ന ലളിതാ സഹസ്രനാമം നമുക്ക് കാണാൻ സാധിക്കും. വിഷ്ണുഗ്രന്ഥി വിഭേദിന്യൈ നമഃ എന്ന് കാണാൻ സാധിക്കും. ബ്രഹ്മഗ്രന്ഥിയും വിഷ്ണുഗ്രന്ഥിയും രുദ്രഗ്രന്ഥിയും നമുക്ക് എത്തിച്ചേരേണ്ടത് നമ്മുടെ മസ്തിഷ്കത്തിലാണ്, അല്ലേ? നമ്മളൊക്കെ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, നിന്റെ തലയിൽ എന്താണ്, അല്ലേ? തലയിൽ തലച്ചോറാണോ അല്ല കളിമണ്ണാണോ എന്ന് ചോദിക്കുന്നത്. അവിടെ ഇരിക്കുന്ന ദേവിയെ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. അപ്പോൾ സരസ്വതി നാഡി നമ്മുടെ നെറുകയിലെത്തുന്ന സമയത്ത് മൂലാധാരത്തിൽ നിന്നും സ്വാധിഷ്ഠാനത്തിൽ നിന്നും അനാഹതത്തിൽ നിന്നും ആജ്ഞാചക്രത്തിൽ നിന്നും നമ്മൾ ശിരസിലേക്ക് എത്തുമ്പോഴാണ് ആ ശിരസ് കൊണ്ട് അനുഗ്രഹിക്കുമ്പോൾ ഏത് കൈയാണ്, ഏത് കൈയിൻ്റെ ഭാഗമാണ് നമ്മുടെ ശിരസിൽ മുട്ടുക? കൈയിൻ്റെ മധ്യഭാഗമാണ് ശിരസിൽ മുട്ടുക, അല്ലേ? അപ്പോൾ ആ അനുഗ്രഹത്തോടു കൂടി നമുക്ക് ആ നാഡിയെ പ്രകാശം ചെയ്യാൻ സാധിക്കുന്നു. അത് കഴിഞ്ഞാൽ നമുക്ക് കൈയിൻ്റെ കണ്ണിയുടെ ഭാഗത്ത് ദേവി ദുർഗയായിട്ട് ശക്തിയായിട്ട് നമുക്ക് സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ രാവിലെ പല്ല് തേക്കില്ല, കുളിക്കില്ല, പായ കഴുകാതെ തന്നെ നമ്മളെ കൊണ്ട് മന്ത്രം ചൊല്ലാൻ പറഞ്ഞു, അല്ലേ? ശരിയാണോ? ആ ലൈറ്റ് ആവശ്യമുണ്ടോ? എന്താ വെച്ചാൽ അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ മുഖമൊന്നുമില്ല, ഇവിടെയൊക്കെ തിരിഞ്ഞു നോക്കാൻ പറ്റും, അല്ലേ? ആ ശരി, കുഴപ്പമില്ല, മതി മതി മതി. എന്തുകൊണ്ടാന്ന് പറയുന്നത് വെച്ചാൽ നമുക്ക് പലവരും പറയാറുള്ള ഒരു കാരണം എന്താ അറിയോ? ഞാൻ ഇന്ന് എഴുന്നേറ്റ് കുളിച്ചിട്ടില്ല, അതുകൊണ്ട് നാമം ചൊല്ലാൻ സാധിച്ചിട്ടില്ല, ക്ഷേത്രത്തിൽ പോകാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലേ, അല്ലേ? പറയണ്ടല്ലോ, അല്ലേ? അപ്പം നമ്മുടെ സനാതനധർമ്മം നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് പരമാത്മാവാണ് എന്നുള്ള സ്വരൂപമായിട്ട് നമുക്ക് കാണുന്നത് കൊണ്ട് രാവിലെ എണീറ്റ ഉടനെ പല്ല് തേക്കാതെ തന്നെ നമുക്ക് മന്ത്രം ചൊല്ലാൻ സാധിക്കും. അത് കഴിഞ്ഞ് ഭൂമിയെ തൊട്ട് നമസ്കരിക്കുന്ന സമയത്ത് വിഷ്ണു പത്നിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞാലോ പല്ല് തേക്കുന്ന സമയത്ത് മന്ത്രം ചൊല്ലാറുണ്ട്,
കേട്ടിട്ടുണ്ടോ പല്ല് തേക്കാനുള്ള മന്ത്രം? അല്ലേ? ഇന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് ഡോക്ടറെ കാണുന്നത് പല്ലിനും. പിന്നെയോ ഇവിടെ നിന്ന് ആദർശ് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് തന്നെ എന്നെ വിളിച്ചു. ഇവിടുത്തെ ഭാരവാഹികൾ എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് ബോധിപ്പിച്ചു. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഓരോരുത്തരും ഇവിടുത്തെ ഭക്തജനങ്ങൾ ആയി മാറുന്ന സമയത്ത് ആ ഭക്തിയുടെ പ്രഭാവത്തെ നമ്മൾ നാമജപത്തിലൂടെ എത്തിക്കാനും ആ നാമജപങ്ങൾ കേട്ടുകൊണ്ട് ഇവിടുത്തെ ദേവി നമുക്ക് അനുഗ്രഹമായി ചൊരിയാനും നമുക്ക് ഈ ഭഗവത് സേവ മുന്നോട്ട് വയ്ക്കാം. പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾ നിത്യജീവിതത്തിൽ രാവിലെ കുളി കഴിഞ്ഞ് വിളക്കുളത്തി പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ അവർ 27 പ്രാവശ്യം മന്ത്രം ചൊല്ലാൻ സാധിക്കാം. വേണ്ടേ? അപ്പം അതിന് വിദ്യാഗോപാല മന്ത്രം നമ്മളൊക്കെ ചീട്ടാക്കാറുണ്ട് അമ്പലങ്ങളിൽ, അല്ലേ? വിദ്യാഗോപാല മന്ത്രാർച്ചന നടക്കാറുണ്ട്. ആ മന്ത്രത്തെ നമുക്ക് ഉപാസിക്കാൻ സാധിക്കാം. ഓം ഐം ക്ലീം സൗം സൗ ക്ലീം ഐം വഗ വഗ വാഗ്വാദിനീം സ്വാഹ ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദമേ രമാരമണ വിശേഷ വിദ്യാമാശു പ്രയശമേ. സകല വിദ്യകളും നമുക്ക് വന്നു ചേരുവാൻ 64 ശാസ്ത്രങ്ങളെ പഠിച്ച ഭഗവാൻ കൃഷ്ണനെ നമുക്കറിയാൻ സാധിക്കും. തൻ്റെ ശരീരത്തിലെ നഖത്തിൽ നിന്നും ദേവതമാർ മുന്നോട്ട് വന്നതായിട്ട് നമുക്ക് കാണാൻ ദേവീ സ്വരൂപത്തെ, ലളിതാംബികയെ, ത്രിപുരസുന്ദരിയെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഓരോ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും ഈശ്വര ചൈതന്യമുണ്ട് എന്ന് മനസ്സിലാക്കി തരുന്നതാണ് അഷ്ടതളത്തിലിരിക്കുന്ന ദേവി. ബിന്ദുനാഥ കലാതീതായൈ നമഃ എന്ന് ലളിതാ സഹസ്രനാമം. അപ്പോൾ അതുകൊണ്ട് ആ ബിന്ദുവിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ദേവിയുടെ ഉപാസനയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തിച്ചേരാൻ വേണ്ടി ഈ ദേവിയുടെ കടാക്ഷം അനുസരിച്ച് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. നാളെ മുതൽ പറഞ്ഞ കാര്യം ചെയ്യൂ. ചെറിയൊരു കാര്യമാണ്, ദിവസേന നാളെ മുതൽ ചെയ്യാൻ തുടങ്ങാം. പണ്ടൊക്കെ നമ്മൾ ചെയ്തിരുന്നു. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, നമ്മളെ വീട്ടിൽ 4-5 പേർക്ക് അരി എടുക്കുന്ന സമയത്ത്, ചോറ് വയ്ക്കാൻ വേണ്ടി അരി എടുക്കുന്ന സമയത്ത് 1 പിടി അരി നമ്മൾ മാറ്റി വയ്ക്കുക, അല്ലേ? ഇന്ന് ആരെങ്കിലും ചെയ്യണ്ടോ? എന്നിട്ട് ആർക്ക് കൊടുക്കാനല്ലേ? അല്ലേ? അപ്പോൾ നാളെ മുതൽ നമ്മൾ ആ ഒരു കാര്യം ചെയ്യാം. വീട്ടിൽ അരി എടുക്കുന്ന സമയത്ത് 1 പിടി അരി ഒരു പാത്രത്തിലിട്ട് വയ്ക്കുക, അല്ലെങ്കിൽ ഒരു സെഞ്ചിയിലിട്ട് വയ്ക്കുക. 30 ദിവസം കഴിഞ്ഞ് 31ാമത്തെ ദിവസം ദേവിയുടെ നടക്കിൽ നമ്മുടെ വീട്ടിലെ എല്ലാവരുടെയും വീട്ടിലെ അരി വെടിച്ച് ആ ദേവിയുടെ മുന്നിൽ വയ്ക്കുക. രാവിലെ കൊണ്ടുവന്ന് വെച്ചാൽ വൈകുന്നേരം കഞ്ഞിയാക്കിയിട്ട് എല്ലാവരുടെ അരിയും കൂടി കഴുകി വൃത്തിയാക്കി നമ്മൾ ഒരു ചെമ്പിലിട്ട് ഒന്നിച്ച് വേവിച്ച് വൈകുന്നേരത്ത് ഇതേപോലെ ഒന്ന് കഞ്ഞി കുടിച്ചിട്ട് പിരിയാം. സാധിക്കുമോ? ഒരു കാരണവശാലും 5 കിലോ അരി കടയിൽ നിന്ന് വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കരുത്, അല്ലേ? അങ്ങനെ ചെയ്താൽ ആ ഒരു ദൗത്യത്തിന് നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു കർമ്മത്തിന് ഫലം നമുക്ക് ലഭിക്കില്ല, അല്ലേ? ഓരോ ദിവസവും 1 പിടി അരി മാറ്റി വയ്ക്കാം. നിങ്ങൾ ഒരു ദിവസം മറന്നു വെച്ചാൽ പിറ്റേ ദിവസം 2 പിടിയായിട്ട് വെച്ചാൽ മതി, അല്ലേ? അപ്പോൾ അങ്ങനെ ഓരോ പിടി അരി, പണ്ട് മുത്തശ്ശിമാർ നമ്മളോട് പറയുന്നതെന്ന് വെച്ചാൽ, പിടിയരിയും പിടിപ്പണവും കൊണ്ട് നമ്മുടെ സകല ദോഷങ്ങളും മാറി ദേവിയുടെ അനുഗ്രഹം കിട്ടുമെന്നാണ്. ഉറപ്പിക്കാമല്ലോ, അല്ലേ? ഞാൻ ദേവിയുടെ മുന്നിൽ ഇരുന്നിട്ടാണ് പറയുന്നത്. നിങ്ങളെല്ലാം തയ്യാറാണെങ്കിൽ മാസത്തിൽ അടുത്ത ഇന്ന് 3-ാം തീയതി, അല്ലേ? അടുത്ത മാസം 3-ാം തീയതി വൈകുന്നേരത്ത് ഇതേപോലെ ഒരു സത്സംഗം, ഭഗവത് സേവ ഇല്ലെങ്കിലും ഒരു സത്സംഗം കഴിഞ്ഞ് കഞ്ഞി കുടിച്ച് പോകാവുന്ന രീതിയിൽ നമുക്ക് തയ്യാറാവാം. എല്ലാം വേറെ ഒരു ഭാഗത്തുനിന്ന് അരി വാങ്ങിക്കൊണ്ടുവന്ന ഈ അരിയൊക്കെ മോശമെന്ന് പറഞ്ഞ് മാറ്റി വെക്കരുത്. കാരണം മുണ്ടൂർ ഒരു ക്ഷേത്രത്തിൽ അതിൻ്റെ പുനരുദ്ധാരണം നടക്കുന്ന സമയത്ത് ഇതേമാതിരി ഒരു പ്രവർത്തനം ചെയ്തു. ഇന്ന് അവിടെ അമ്മമാർ ലളിതാ സഹസ്രനാമം ചൊല്ലാൻ തുടങ്ങി, വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ തുടങ്ങി. ഇന്ന് നമുക്കവിടെ നാരായണീയം ഗ്രൂപ്പ് മുതൽ തിരുവാതിരക്കളി വരെ നടക്കുന്നുണ്ട്. അവിടെ ഒരു ആശാരിത്തറയിൽ ഇതേമാതിരി പോയ സമയത്ത് അവർ ചെയ്യാൻ തുടങ്ങി. മാസത്തിൽ ഒരു ദിവസം അവർ ഒരുമിച്ചിരിക്കാൻ തുടങ്ങിയപ്പോൾ ആ നാട്ടിലെ എല്ലാവർക്കും കുടുംബത്തിനോട് ഐക്യമുണ്ടായി, അല്ലേ? അപ്പോൾ ആ കുടുംബ ഐക്യത്തിന്
നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ദേവി ഉപാസന നമുക്ക് ചെയ്യാം. വശിന്യാദിവാഗ്ദേവതാ ഋഷി അനുഷ്ഠുപ് ഛന്ദഃ ശ്രീ ലളിതാ പരമേശ്വരി ദേവതാം. ഓം ധ്യാനം സിന്ദൂരാരുണ വിഗ്രഹാം തൃണയനാമാണിക്യമൗലീസ്ഫുരത് താരാനായകശേഖരാം സ്മിതമുഖീമാപീനവക്ഷോരുഹാം പാണിഭ്യാമളിപൂർണരത്നശകരക്തോത്പലം ബിഭ്രതീം സൗമ്യാം രത്നകടസ്ഥരക്തചരണാം ധ്യായേത് പരാമംബികാം ധ്യായേത് പത്മാസനസ്ഥാം വികസിതവതനാം പത്മപത്രായദാക്ഷീം ഹേമാഭാം പീതവസ്ത്രാം കരകളിതലസത്ഹേമപത്മാംബരാംഗീം സർവാലങ്കാരയുക്താം സതതമഭയതാം ഭക്തനമ്രാം ഭവാനീം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരതാം സർവസമ്പത്പദാത്രീം സകുങ്കുമവിലേപനാമളികചുംബികസ്തൂരികാം സമന്ദഹസിദേശണാം സജരജാപവാശാങ്കുശാം അശേഷജനമോഹിനീം അരുണമാല്യഭൂഷാംബരാം ജപാകുസുമവാസുരാം ജപവിതോ സ്മരേതംബികാം അരുണാം കരുണാം തരംഗിതാക്ഷീം ധൃതപാശാംകുശപുഷ്പബാണജാപാം അണിമാപി വിരാവൃതാമയോഗൈഃ അഹമിത്യേവ വിഭാവയേ മഹേഷീ. ഓം ഐം ഹ്രീം ശ്രീം ശ്രീമാത്രേ നമഃ. ഓം ഐം ഹ്രീം ശ്രീം ശ്രീമാത്രേ നമഃ. ഓം ഐം ഹ്രീം ശ്രീം ശ്രീമാത്രേ നമഃ. ഓം ശ്രീമാധാംഗല്യഗൃഹതോരണ ചില്ലിക വക്ത്രലക്ഷ്മീ പരീവാഹ ചലന്മീലാവലോചന നവചമ്പക പുഷ്പാഭ നാസാദണ്ഡ വിരാജിത താരാകാന്തി തിരസ്കാരി നാസാഭരണഭാസുര കദംബ മഞ്ജരീ ക്ലിപ്ത കർണപൂര മനോഹര താടങ്കയുഗളീഭൂതത്തപനോടുപമണ്ഡല നിജസല്ലാഭ മാധുര്യ വിനിർഭസ്ഥിത കശ്യപി മന്ദസ്മിത പ്രഭാപൂരമജ്ജത് കാമേശ മാനസ അനാഗലിക സാദൃശ ചിബുകശ്രീ വിരാജിത കാമേശബദ്ധമാംഗല്യ സൂത്രശോഭിത കന്ദര കനകാംഗതകേയൂരക്കമനീയ ഭുജാന്വിത അരുണകൗസ്തുംഭ വസ്ത്രവാസത്കടീതടി രത്നകിങ്കിണികാരമ്യാരസനാഥാമഭൂഷിത കാമേശജ്ഞാത സൗഭാഗ്യമാർത്തവോരുദയാനിത മാണിക്യമകുടാകാര ജാനുദയ മരാളീ മന്ദകപന മഹാലാവണ്യസേവതി സർവാരുണാനവദ്യാംഗി സർവാഭരണഭൂഷിത ശിവാകം ശിവകാമേശ്വരാന്തസ്ഥ ശിവാസ്വാധീനവല്ലഭ സുമേരുമധ്യശൃംഗസ്ഥ ശ്രീവന്നഗരനായിക ചിന്താമണിഗൃഹാന്തസ്ഥ പഞ്ചബ്രഹ്മാസനസ്ഥിത മഹാപത്മാടവീ സംസ്ഥ കദംബവനവാസിനി സുധാസാഗര മധ്യസ്ഥ കാമാക്ഷി കാമദായിനി ദേവർഷിഗണ സംഘാത സ്തൂയമാനാത്മവൈഭവ ദണ്ഡാസുരവധ ശക്തിസേനാ സമന്വിത സമ്പൽക്കരി സമാരൂഢ സിന്ധുരവർജസേവിത അശ്വാരൂഢാധിഷ്ഠിതാശ്ച കോടി കോടി വിരാവൃത ചക്രരാജരഥാരൂഢ സർവായുധ പരിഷ്കൃത ഗേചക്രരഥാരൂഢ ഗന്ധടി പരിസേവിത ഗിരിചക്രരഥാരൂഢ ദണ്ഡനാഥാ പുരസ്കൃത ജ്വാലാമാലിനികാക്ഷിപ്ത വഗ്നിപ്രാകാരമധ്യക ബഡ്ഡസൈന്യമതോദുക്ത ശക്തിവിക്രമഹർഷിത നിത്യാപരാക്രമാടോപ നിരീക്ഷണ സമുത്സുക ബഡ്ഡപുത്രവതോദുക്ത ബാലാവിക്രമനന്ദിത മന്ത്രിണംബ വിരചിത വിശങ്കവതദോഷിത വിശുക്രപ്രാണഹരണ വാരാഹി വീരനന്ദിത കാമേശ്വരമുഖാലോക കൽപ്പിത ശ്രീഗണേശ്വര മഹാഗണേശ നിർവിഘ്ന വിഘ്നയന്ത്രപ്രഹർഷിത ബഡ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്രപ്രത്യക്ഷവർഷിണി കരാങ്കുലി നഗോൽപ്പന്ന നാരായണ ദശാകൃതി മഹാപാശുപതാസ്ത്രാഗ്നി നിർദഗ്ധാസുര സൈനിക കാമേശ്വരാസ്ത്ര നിർദഗ്ധ സബണ്ഡാസുര സൈനിക ദേവസംസ്തുത വൈഭവ ഹരനേത്രാദി സന്ദഗ്ധ കാമസഞ്ജീവന ഔഷധി ശ്രീമദ് വാഗ്ഭവഗൂഢേക സ്വരൂപമുഖമംഗജ ഖണ്ഡാതകടിപര്യന്ത മധ്യഗൂഢസ്വരൂപിണി ശക്തിഗൂഢേകതാപന്യ ഗഡ്യതോഭാഗധാരിണി മൂലമന്ത്രാത്മിക മൂലകൂടത്രയകളേവര കുളാമൃതേകരസിക കുലസങ്കേതപാലിനി കുലാംഗനാ കുലാംഗസ്ഥ കൗലിനി കുലയോഗിനി അകുള സമയാന്തസ്ഥ സമയാചാരതത്പര മൂലാധാരൈക നിലയ ബ്രഹ്മഗ്രന്ഥി ഭവാനി ഭാവനാഗമ്യ ഭവാരണ്യകുടാരിക ഭദ്രപ്രിയ ഭദ്രമൂർത്തി ഭക്ത സൗഭാഗ്യദായിനി ശാംഭവി ശാരദാരാധ്യ സർവാണി ശർമ്മദായിനി ശാങ്കരി ശ്രീകരി സ്വാതി ചരചന്ദ്രന ഭാനന ശാദോദരി ശാന്തിമതി നിരാ
നിരാധാര നിരഞ്ജന നിർലേഭ നിർമ്മല നിത്യ നിരാകാര നിരാകുല നിർഗുണ നിഷ്കള ശാന്ത നിഷ്കാമ നിരുവപ്ലവ നിത്യമുക്ത നിർവികാര നിഷ്പ്രപഞ്ച നിരാശ്രയ നിത്യശുദ്ധ നിത്യബുദ്ധ നിരവധ്യ നിരന്തര നിഷ്കാരണ നിഷ്കളങ്ക നിരുപാതിർ നിരീശ്വര നീരാകാരാഗമദന നിർമ്മത മതനാശിനി നിശ്ചിന്ത നിരഹങ്കാര നിർമോഹാമോഹനാശിനി നിർമ്മമാ മമതാഹന്ത്രി നിഷ്പാഭാവനാശിനി നിഷ്ക്രോധ ക്രോധശമനി നിർലോഭാലോഭനാശിനി നിസംശയ സംശയഗ്നി നിർഭവാഭവനാശിനി നിർവികൽപ നിരാബാധ നിർഭേദാഭേദനാശിനി നിർനാശ മൃത്യുമതനി നിഷ്ക്രിയ നിഷ്പരിഗ്രഹ നിസ്തുല നീരചകുര നിരപായ നിരത്യയ ദുർലഭ ദുർഗമ ദുർഗ ദുഃഖഹന്ത്രി സുഖപ്രദ ദുഷ്ടദൂര ദുരാചാര ശമനി ദോഷവർജിത സർവജ്ഞ സാന്ദ്ര കരുണ സമാനാധികവർജിത സർവശക്തിമയി സർവമംഗള സദ്ഗതിപ്രദ സർവേശ്വരി സർവമയി സർവമന്ത്രസ്വരൂപിണി സർവയന്ത്രാത്മിക സർവതന്ത്രരൂപ മനോമയി മാഹേശ്വരി മഹാദേവി മഹാലക്ഷ്മി ദൃഢപ്രിയ മഹാരൂപ മഹാപൂജ്യ മഹാപാതകനാശിനി മഹാമായ മഹാസത്വ മഹാശക്തിർമഹാരഥി മഹാഭോഗ മഹേശ്വര്യ മഹാവീര മഹാബല മഹാബുദ്ധിർ മഹാസിദ്ധിർ മഹായോഗേശ്വരേശ്വരി മഹാതന്ത്ര മഹാമന്ത്ര മഹായന്ത്ര മഹാസന മഹായാഗക്രമാരാധ്യ മഹാഭൈരവ പൂജിത മഹേശ്വര മഹാകൽപ മഹാതാണ്ഡവ സാക്ഷിണി ശാന്തി സ്വബ്ദിമതി കാന്തിർ നന്ദിനി നിഗ്നാശിനി തേജോവതി ത്രണയന ലോലാക്ഷി കാമരൂപിണി മാലിനി ഹംസിനി മാതാ മലയാ ജലവാസിനി സുമുഖി നളിനി സുബ്രു ശോഭനാസുരനായിക കാളകണ്ഠി കാന്തിമതി ശോഭിനി സൂക്ഷ്മരൂപിണി വജ്രേശ്വരി വാമദേവി വയോവസ്ഥാ വിവർജിത സിദ്ധേശ്വരി സിദ്ധവിദ്യ സിദ്ധമാതാ യശസ്വിനി വിശുദ്ധി ചക്രനിലയ രക്തവർണാതലോചന ഗഡ്വാംഗാദി പ്രഹരണ വദനൈക സമന്വിത പായസാന്നപ്രിയ തുക്സ്ഥ പശുലോകഭയങ്കരി വിദ്യ മഹാവിദ്യ ശ്രീവിദ്യ കാമസേവിത ശ്രീ ഷോഡശാത്കരി വിദ്യ ത്രികൂട കാമകോടിക കടാക്ഷ കിങ്കരി ഭൂത കമലാകോടി സേവിത ശിരസ്ഥിത ചന്ദ്രവിഭ പാലസ്തേന്ദുധനപ്രഭ ഹൃദയസ്ഥാര വിപ്രഖ്യ ത്രികോണാന്തര ദീപിക ദാക്ഷായണി ദൈത്യഹന്ത്രി ദക്ഷയജ്ഞ വിനാശിനി ധരാന്തോണിക ദീർഘാക്ഷി ധരഹാസോജ്വലമുഖി ഗുരുമൂർത്തി ഗുണനിധിർ ഗോമാതാ ഗുഹജന്മഭൂഹു ദേവേശി ദണ്ഡനി ദസ്തദഹര ആകാശരൂപിണി പ്രതിമന്മുഖ്യരാകാന്ത ദിതിമണ്ഡല പൂജിത കലാത്മിക കലാനാഥ കാവ്യാലാഭ വിനോദിനി സജാമര രമാവാണി സവ്യദക്ഷിണ സേവിത ആദിശക്തി രമേയാത്മാ പരമാ പാവനാഗിരി അനേകഗർഭ വരദാവാഗിതീശ്വരി ധ്യാനഗമ്യ അപരിച്ഛേദ്യ ജ്ഞാനദാജ്ഞാന വിഗ്രഹ സർവവേദാന്ത സംവേദ്യ സത്യാനന്ദ സ്വരൂപിണി ലോഭാമുദ്രാർച്ചിത ലീല ക്ലുപ്ത ബ്രഹ്മാണ്ഡ മണ്ഡല അദൃശ്യാദൃശ്യരഹിത വിഗ്രഹിത അന്നദാ വസുധാ വൃന്ദ ബ്രഹ്മാത്മൈക സ്വരൂപിണി ബൃഹതി ബ്രാഹ്മിണി ബ്രാഹ്മി ബ്രഹ്മാനന്ദാപരി പ്രിയ ഭാഷാരൂപ ബൃഹത്സേന ഭാവാഭാവ വിവർജിത സുഖാരാധ്യ ശുഭകരി ശോഭനാ സുലഭാഗതി രാജരാജാശ്വരി രാജദായിനി രാജവല്ലഭ രാജകൃപ രാജപീഠ നിവേശിത നിരാശ്രിത രാജലക്ഷ്മി ഘോഷനാഥ ചതുരംഗബലേശ്വരി സാമ്രാജ്യദായിനി സത്യസന്ധ സാഗരമേഖല ദീക്ഷിത ഗുഹാംബ ഗുഹ്യരൂപിണി സർവോപാധി വിനിർമുക്ത സദാശിവപതിവൃത സമ്പ്രദായേശ്വരി സ്വാതി ഗുരുമണ്ഡലരൂപിണി കുലോത്തീർണാപകാരാധ്യ മായാമധുമതി മഹി ഗണാംബ ഗുഹ്യരാരാധ്യ കോമളാംഗി ഗുരുപ്രിയ സ്വതന്ത്ര സർവതന്ത്രേശി ദക്ഷിണാമൂർത്തിരൂപിണി സനകാദി സമാരാധ്യ ശിവജ്ഞാനപ്രദായിനി ചിത്കലാനന്ദായിനി സ്തോത്രപ്രിയ സ്തുതിമതി ശ്രുതി സംസ്കൃത വൈഭവ മനസ്സിനി മഹാനവതി മഹേഷി മംഗളാകൃതി വിശ്വമാതാ ജഗദ്ധാത്രി വിശാലാക്ഷി വിരാഗിണി പ്രഗൽഭ പരമോദാര പരമോദാ മനോമയി വ്യോമകേശി വിമാനസ്ഥ വജ്രണീ വാമകേശ്വരി പഞ്ചയജ്ഞപ്രിയ പഞ്ചപ്രേത പഞ്ചാദിശായിനി പഞ്ചമി പഞ്ചഭൂതേശി പഞ്ചസഖ്യോപചാരിണി ശാശ്വതി ശാശ്വതൈശ്വര്യ സർവദാ ശംഭുമോഹിനി ധരാധര സുധാധന്യ ധർമ്മിണി ധർമ്മവർദ്ധിനി ലോക വിനോദിനി സുമംഗലി സുവകരി സുവേശാഢ്യ സുവാസിനി സുവാസിനർച്ചന പ്രീത ശോഭനാ ശുദ്ധമാനസ ബിന്ദു തർപ്പണ സന്തുഷ്ട പൂർവജാ ത്രിപുരാംബിക ദശമുദ്ര സമാരാധ്യ ത്രിപുര ശ്രീവശങ്കരി ജ്ഞാനമുദ്ര ജ്ഞാനഗമ്യ ജ്ഞാനജ്ഞേയ സ്വരൂപിണി യോനിമുദ്ര ത്രികണ്ഠേശി ത്രിഗുണാംബ ത്രികോണക അനക അദ്ഭുത ചാരിത്ര വാഞ്ചിതാർത്ഥപ്രദായിനി അഭ്യാസ അതിശയജ്ഞാത ഷഡദ്വാതീതരൂപിണി അവ്യാജ കരുണാമൂർത്തി അജ്ഞാനം ദ്വാന്ത ദീപിക പൂജ കഴിക്കാമല്ലോ അല്ലേ? എല്ലാവരും പൂജാരിമാരാവണ്ടേ? വേണ്ടേ? എന്താ ഇതിനുള്ള കാരണം എന്നറിയോ?
അല്ലേ? ഇവിടുത്തെ ശാന്തിക്കാരനും പൂണൂലിട്ടുണ്ട് അല്ലേ? എന്താ കാരണം? ഇടതുവശത്ത് ഉപനയന സംസ്കാരം നമ്മൾ ചെയ്തിരിക്കുന്നു, ശരിയല്ലേ? നിങ്ങൾ സാരി കൊടുത്തിരിക്കുന്നതോ? ശങ്കരപ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യ സിദ്ധ്യർത്ഥം ഭിക്ഷാന്തേജ പാർവതി മാതാച പാർവതീ ദേവി പിതാദേവോ മഹേശ്വര ബാന്ധവ ശിവഭക്താച സ്വദേശോ ഭുവനക്ക് കൊടുക്കുക. അത് നമ്മുടെ പിതൃകുലത്തിൻ്റെ അനുഗ്രഹമായിട്ട് നമ്മൾ കാണിച്ചിരുന്നു എന്നാണ്. അപ്പം അങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നില്ല എന്ന് ആര് പറയും? മക്കൾ പറയോ? അമ്മമാർ പറയും അല്ലേ? അപ്പോൾ ഇടയ്ക്കൊന്ന് ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസമോ പണ്ട് നമ്മുടെ മുത്തശ്ശിമാർ ചെയ്തിരുന്നു, കടുകും മുളകും ചുറ്റിയിടുക അല്ലേ? 7 കപ്പൽ മുളക് എടുക്കുക, ശിരസ് മുതൽ പാദം വരെ ഒഴിഞ്ഞ് അടുപ്പിലിട്ട് കത്തിക്കുക. എന്തെങ്കിലും മൗഢ്യങ്ങൾ, എന്തെങ്കിലും അവർക്ക് എന്താ പറയുക, പഠിക്കാനുള്ള വാസന കുറഞ്ഞ് നഷ്ടപ്പെടുക അല്ലെങ്കിൽ മാർക്ക് കുറയുക, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളൊന്ന് ചുറ്റിയിടുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ നമ്മുടെ മക്കൾ ജോലിക്ക് പോയിട്ട് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെയും 1 മാസത്തിലൊന്ന് ചുറ്റിയിടുന്നത് നല്ലതാണ്. വേണമെങ്കിൽ നാളെ തന്നെ പോയിട്ടോ അല്ലെങ്കിൽ ഇന്ന് രാത്രി പോയിട്ടോ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത്. തിരുവാതിരയല്ലേ? തിരുവാതിര വ്രതം നോറ്റിട്ടുണ്ടോ എല്ലാവരും? ഇല്ല. വേണമെങ്കിൽ ഒന്ന് ചകിരിയൊക്കെ ഒന്ന് കത്തിച്ചിട്ട് ശിരസ് മുതൽ പാദം വരെ 7 ചുവന്ന മുളകെടുക്കുക, ശിരസ് മുതൽ പാദം വരെ ഒന്ന് ചുറ്റിയിട്ട് അതിലിട്ട് കത്തിക്കുക, അവിടെ തന്നെ നിൽക്കുക. ഒരു കാരണവശാലും നിങ്ങളുടെ കണ്ണെരിയില്ല, മൂക്കരിയില്ല അല്ലേ? അങ്ങനെ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ ഒരിക്കലും അതിൻ്റെ മുളകിൻ്റെ വാസന കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ വായുവിലെ ഇത് കൊണ്ടോ നമുക്ക് കണ്ണെരിയില്ല. നേരെ മറിച്ച് വെറുതെ ഒന്ന് കപ്പൽ മുളക് അടുപ്പിലിട്ടാൽ എന്തായിരിക്കും സ്ഥിതി? വീട്ടിനകത്തുള്ള ആൾക്കാരെല്ലാം പുറത്തു പോയി നിൽക്കും അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം നമ്മുടെ മുത്തശ്ശിമാർ നമുക്ക് പറഞ്ഞു തന്നു. ഇപ്പോൾ ഉള്ള മുത്തശ്ശിമാർ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല, പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. കാരണം ഒരുപാട് ജാതകങ്ങളുടെ ജ്യോതിഷന്മാർ പറഞ്ഞു തരുന്ന പരിഹാര പൂജകളൊക്കെ വരുമ്പോൾ ആദ്യം പറയുന്നത് നമ്മളിതാണ്. ഒന്ന് നമ്മുടെ കുലദേവതയെ പ്രാർത്ഥിക്കുക, ഒന്ന് നമ്മുടെ ഗ്രാമദേവതയെ പ്രാർത്ഥിക്കുക. അതിനുശേഷം നിങ്ങൾ ഗുരുവായൂർക്ക് പോവാം, ചോറ്റാനിക്കരയ്ക്ക് പോവാം, എവിടെ വാങ്ങിച്ചാലും പോവാം അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ എല്ലാവരും ഈ നാട്ടുകാരല്ലേ? ആണല്ലോ അല്ലേ? ഈ നാട്ടിൽ ചുറ്റും വീട് വെച്ചിരിക്കുന്ന ആൾക്കാരല്ലേ? നിങ്ങളുടെ അടിയാധാരം എടുത്തു നോക്കാം. 3ാമത്തെ അടിയാധാരത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ പേര് ഉറപ്പായിട്ടുണ്ടാവും. വേണമെങ്കിൽ ചെക്ക് ചെയ്തോളൂ. കാരണം പണ്ട് ക്ഷേത്രഭൂമികളൊക്കെ വകമാറ്റി നമ്മുടെ കുടുംബത്തിലേക്ക് വന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത് അല്ലേ? ഒന്ന് പാലക്കാടിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സ്ഥലമാണ് കല്ലേക്കുളങ്ങര ഭഗവതി ക്ഷേത്രം. കൈപ്പത്തി അമ്പലം കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ഏമൂർ ഭഗവതി ക്ഷേത്രം. ഇന്ദിരാഗാന്ധി വന്ന സമയത്താണ് അവിടെ കൈപ്പത്തി കണ്ടപ്പോൾ പശുവും കുട്ടിയും മാറ്റിയിട്ട് കൈപ്പത്തി ചിഹ്നമായത്, കോൺഗ്രസിൻ്റെ ചിഹ്നമായത് അന്നാണ്. ചിന്തിച്ചു നോക്കും. അപ്പോൾ അങ്ങനെ കൈപ്പത്തിയെ അമ്പലത്തിൻ്റെ കണക്കെടുത്തപ്പോൾ 26,000 ഹെക്ടർ ഭൂമിയുള്ള സ്ഥലം കൈപ്പത്തി അമ്പലത്തിൻ്റെയാണ്. എന്ന് വെച്ചാൽ മലബാർ സിൽക്സ് വരെ ആ അമ്പലത്തിൻ്റെ ആസ്തിയാണെന്ന് അർത്ഥം. പക്ഷെ ഇന്ന് തിരിച്ചു പിടിക്കാൻ പറ്റില്ല, കാരണം ഓരോരുത്തരുടെ വകയായി. തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത്, ഈ ക്ഷേത്രത്തെ പുനരുദ്ധരിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. ഈ ക്ഷേത്രത്തിൽ പൂജ മുടങ്ങാതെ ഇവിടുത്തെ ശാന്തിക്കാരൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ പോയാൽ നമ്മുടെ കുടുംബത്തിലും എന്തുണ്ടാവും? ഐശ്വര്യം ഉണ്ടാവും അല്ലേ? അദ്ദേഹം വന്ന് വിളക്ക് വെച്ച് അഭിഷേകം ചെയ്ത് നമുക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഈ നാട്ടിലെ ദേവതാ സങ്കല്പം ഈ ക്ഷേത്രത്തെ പ്രദാനം ചെയ്തുകൊണ്ട്, നമ്മുടെ ആചാരത്തെ പ്രദാനം ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാം. വേണമെങ്കിൽ 90 ദിവസം നിങ്ങൾ കൃത്യമായിട്ട് എടുത്തോളൂ. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് 90 ദിവസം കൊണ്ട് ദേവിയുടെ അനുഗ്രഹം ലഭിക്കും. 41 ദിവസം വ്രതം നിൽക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ലഭിക്കും? എന്താ ലഭിക്കുക? ഒരു മണ്ഡലം നമ്മൾ വ്രതം നിൽക്കാറുണ്ട് അല്ലേ? 41 ദിവസം. അപ്പോൾ ആ സമയത്ത് നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ചുകൂടി സമയം എടുക്കുകയാണ്. 90 ദിവസം, 3 മാസം അല്ലേ? നമ്മളൊക്കെ ശരിക്കും പറയാം,
കുഞ്ഞ് ജനിച്ചാൽ 6-ാം മാസത്തിലാണ് ക്ഷേത്രത്തിലേക്ക് ദർശനം പോവുക, അല്ലെ, ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 90 ദിവസത്തെ സമയം കൊണ്ട് നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ, അതായത് ഇനി വരുന്ന മാർച്ച് മാസം കഴിയുന്നതോടുകൂടി നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാവിധ അഭിവൃദ്ധിയും ദേവി നമുക്ക് അനുഗ്രഹമായി ചൊരിയാൻ ഈ ഭഗവത് സേവ കൊണ്ടും ഇവിടുത്തെ ദേവിയുടെ പൂജ കൊണ്ടും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും കൈകൂപ്പി നല്ലോണം പ്രാർത്ഥിക്കാം. പേരും നക്ഷത്രം ഓർമ്മയുള്ളവർക്ക് പേരും നക്ഷത്രം ആലോചിക്കാം, അല്ലെങ്കിൽ പേരെങ്കിലും നമ്മൾ ആലോചിക്കാം. നല്ലോണം കൈകൂപ്പി നമ്മൾ ഈ വർഷം എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തെല്ലാം അഭിവൃദ്ധി ഉണ്ടാകണം, പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല മാർക്ക് വാങ്ങി ഓർമ്മശക്തി ലഭിച്ച് ആസ്തി വർദ്ധിപ്പിക്കാനും നമുക്ക് എല്ലാവർക്കും സാധിക്കണം. അതിനുള്ള പ്രചോദനം ദേവിയുടെ അനുഗ്രഹത്തോടു കൂടിയും ഇവിടെ നമ്മൾ ഭഗവതി സേവയിലൂടെയും നമുക്ക് ലഭിക്കണം എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മുടെ ഇനി വരുന്ന തലമുറയ്ക്ക്, നമ്മുടെ മക്കള്, പേരക്കുട്ടികൾ തുടങ്ങിയിട്ടുള്ള ഇനി വരുന്ന തലമുറയ്ക്ക് ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാവാൻ നല്ലോണം പ്രാർത്ഥിക്കാം. യാതൊരു വിധത്തിലും രോഗങ്ങൾ വരാതിരിക്കാൻ ദേവിയുടെ അനുഗ്രഹം നമുക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പറയുന്ന മന്ത്രം ഒന്ന് ഏറ്റുചൊല്ലാം. എല്ലാവരും ഒന്ന് നിവർന്നിരിക്കും. ഓം മമോപാർത്ഥ സമസ്ത ദുരിതക്ഷയ ദ്വാര ശ്രീ പരമേശ്വരി പ്രീത്യർത്ഥം മമ സകുടുംബസ്യ സപുത്രകസ്യ സപുത്രീകസ്യ സഭാതൃകസ്യ ജന്മഭാസാത് ജന്മപ്രസൂതി ഏതത് ക്ഷണപര്യന്തം ബാല്യേ വയസി കൗമാരേ യൗവനെ വാർദ്ധക്യേ ജാഗ്രത് സ്വപ്ന സുഷുമ്ന അവസ്ഥാസ്തു മനോവാക്കായ കർമ്മേന്ദ്രിയ ജ്ഞാനേന്ദ്രിയ വ്യാപാരൈ കാമക്രോധ ലോഭമോഹ മതമാത്സര്യാദി സംഭവാദീനാം അസ്യാം സർവേഷാം പാപാനാം ആപനാർത്ഥം സകലദോഷ പരിഹാരാർത്ഥം സകലബാധ നിവർത്യർത്ഥം ആയുരാരോഗ്യ അഭിവൃദ്ധ്യർത്ഥം സകലവിദ്യ അനുകൂല കൃപാകടാക്ഷ സിദ്ധ്യർത്ഥം സകല സമ്പദ് സമൃദ്ധി സിദ്ധ്യർത്ഥം സർവൈശ്വര്യ സമ്പദ് സമൃദ്ധി സിദ്ധ്യർത്ഥം ഉദ്യോഗ ഉന്നമന പ്രാപ്ത്യർത്ഥം സകുടുംബാനാം ക്ഷേമ സ്ഥൈര്യ വീര്യ വിജയ ആയുരാരോഗ്യ അഭിവൃദ്ധ്യർത്ഥം സർവാഭിഷ്ട ശാന്ത്യർത്ഥം സർവാരിഷ്ട സിദ്ധ്യർത്ഥം അഹം പുഷ്പാണി സമർപ്പയാമി. എല്ലാവരും എഴുന്നേറ്റ് ദേവിയെ ഒരു പ്രദക്ഷിണം ചെയ്ത് വന്നിട്ട് ഇവിടെ വന്നിട്ട് പുഷ്പം സമർപ്പിക്കണം. ഓരോരുത്തരായിട്ട് നേരെ ഭഗവൻ സൂര്യസ്യ വയം ദേവാനാഗം സുമതോസ്യാമ ഭഗ ഏവ ഭഗവാഗം അസ്തു ദേവാസ്തേന വയം ഭഗവന്തസ്യാമ തദ്വാമക സർവ ഇജ്ജോ ഹവീമി സനോ ഭഗപുര ഏതാഭവയാം സമദ്വരായോഷസോ നമന്ദതിക്രാവേവ സുദേപദായ അർവാദീനം വസുവിതം നോരദമിവാശ്വാവാജിന ആവഹന്തു അശ്വാവദീർഘോ വദീർണ ഉഷാസോ വീരവതിർസതമശ്ചന്ദ ഭദ്രാഹ ഋതം ദുഹാനാ വിശ്വത പ്രവിനായൂയം പാദ സ്വസ്തിഭി സദാനഃ യോ മാ ആഗ്നേ ഭാഗിനകം സന്ദമദാ ഭാഗം ചികീർഷതി അഭാഗമഗ്നേ തം കുരു മാ ഭഗ്നേ ഭാഗിനം കുരു. ഓം ശ്രീ ഭാഗ്യദേവതായേ നമഃ. ഓം शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणी नमोऽस्तुते. देवी सर्वभूत
भूतेषु विष्णुमायेति शब्दिता नमस्तस्यै 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 नमो नमः। या देवी सर्वभूतेषु चेतनेत्यभिधीयते नमस्तस्यै 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 नमो नमः। या देवी सर्वभूतेषु बुद्धिरूपेण संस्थिता नमस्तस्यै 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 नमो नमः। या देवी सर्वभूतेषु निद्रारूपेण संस्थिता नमस्तस्यै 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 नमो नमः। या देवी सर्वभूतेषु क्षुधारूपेण संस्थिता नमस्तस्यै 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 नमो नमः। या देवी सर्वभूतेषु छायारूपेण संस्थिता नमस्तस्यै 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 नमो नमः। या देवी सर्वभूतेषु शक्तिरूपेण संस्थिता नमस्तस्यै 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 नमो नमः। या देवी सर्वभूतेषु तृष्णारूपेण संस्थिता नमस्तस्यै 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 नमो नमः। या देवी सर्वभूतेषु शान्तिरूपेण संस्थिता नमस्तस्यै 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 नमो नमः। या देवी सर्वभूतेषु जातिरूपेण संस्थिता नमस्तस्यै 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 नमो नमः। या देवी सर्वभूतेषु लज्जारूपेण संस्थिता नमस्तस्यै 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 नमो नमः। या देवी सर्वभूतेषु शान्तिरूपेण संस्थिता नमस्तस्यै 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 नमो नमः। या देवी
नमस्तस्यै 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 नमो नमः। या देवी सर्वभूतेषु बुद्धिरूपेण संस्थिता नमस्तस्यै 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 नमो नमः। या देवी सर्वभूतेषु निद्रारूपेण संस्थिता नमस्तस्यै 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 नमो नमः। या देवी सर्वभूतेषु क्षुधारूपेण संस्थिता नमस्तस्यै 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 नमो नमः। या देवी सर्वभूतेषु छायारूपेण संस्थिता नमस्तस्यै 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 नमो नमः।